പടച്ചോൻ്റെ ദുനിയാവ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. ആ ആഗ്രഹങ്ങളിലെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് യാത്ര ചെയ്യുക. യാത്രകൾ പോവുക, കാഴ്ചകൾ കാണുക എല്ലാം നമുക്ക് തരുന്ന ഒരു അനുഭവങ്ങളാണ്. ഒരുപാട് സഞ്ചരിക്കണം, എല്ലാം കണ്ടറിയണം, തൊട്ടറിയണം. അതിൽ നിന്നും കിട്ടുന്ന അനുഭവങ്ങളും സന്തോഷവും മനസ്സിൽ കൂട്ടിവെക്കണം. യാത്രകൾ ഒരുപാടുണ്ട്. അതിൻ്റെ കാഴ്ചകൾ കണ്ണുകളിൽ മാത്രമല്ല മറ്റു ചില ക്യാമറകളിൽ പകർത്താൻ ഒരുപാട് ഗാഡ്ജറ്റുകൾ ആവശ്യമുണ്ട്. അതിലൊന്നാണ് എൻ്റെ DJI Mini 2. ഹായ് ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക വിചാരിക്കുന്നത്. കൊറോണ ഒക്കെ മാറിയിട്ടുണ്ട്. ഞാൻ മാസ്ക് ഇടത്ത് എന്താ വെച്ചാൽ മാസ്ക് ഇവിടെ കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് തന്നെ മാസ്ക് ഇടുന്നില്ല. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ പുതിയൊരു വ്ളോഗായിട്ട് വന്നത് എന്താ വെച്ചാൽ ഞാനൊരു ഡ്രോൺ വാങ്ങി. DJI DJI Mini 2 എന്ന് പറഞ്ഞൊരു പുതിയ ഡ്രോൺ വാങ്ങി. അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനും കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ കാണാം. എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് തന്നെ, ഡ്രോൺ പറത്തി വെക്കുന്നത്. ഈ UAE അതിനെക്കൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ളോട്ട് വന്നിട്ടാണ് ഞാൻ പറത്തുന്നത്. ബാക്കിയൊക്കെ നമുക്ക് വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. എന്തായാലും വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ട്രാവൽ റൂട്ട്സ്. ഇറ്റ്സ് മീ റിഷാദ്. അപ്പോൾ ഗൈസ്, ഇതാണ് DJI Mini 2. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ്. ഒരു 5-6 മാസമായിട്ടുണ്ടാവും ഇറങ്ങിയിട്ട്. എന്തായാലും ഇത് നിങ്ങളെ മുന്നിലാണ് ഫസ്റ്റ് ടൈം പൊളിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് ചാർജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് പറത്തിയിട്ട് നോക്കണ്ടേ. അപ്പോൾ ഇതൊരു ഫ്ലൈ സോൺ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ഇതാ നിങ്ങളുടെ മുന്നിൽ നിന്നാണ് ചെയ്യുന്നത്. Mini 2. ഇതാണ് നമ്മുടെ Mini 2. 4K ആണ് റെസൊല്യൂഷൻ വരുന്നത്. പിന്നെ 249 ഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും UAE ആയതുകൊണ്ട് തന്നെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ആക്സസറീസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ Mini 2യുടെ കൺട്രോളർ. ഇത് ശരിക്ക് മാവിക് എയർ 2യുടെ സെയിം കൺട്രോളറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ വളരെ വെയിറ്റ് കുറവാണ് ഈ സാധനം. ഇതിൻ്റെ കൂടെ കുറേ ആക്സസറീസ് ഉണ്ട്. ഇതിൽ വരുന്നത് നമ്മുടെ ചാർജിങ് ഹബ്ബ്, USB കേബിൾസ്, പിന്നെ അതേപോലെ 3 പ്രൊപ്പല്ലേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതൊന്ന് പറത്തിച്ച് നോക്കാം. അതിലേക്ക് പോകാം. എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഞാനും ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും അതിലേക്ക് പോകാം. ഞാനിപ്പോൾ UAEയിലുള്ള സമയത്ത് നമുക്ക് എപ്പോഴും ഈ ഡ്രോൺ 249 ഗ്രാം ആണെങ്കിലും നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട പറത്തുന്ന കുറച്ച് പ്രയാസമാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ മൈ ഡ്രോൺ ഹബ്ബ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ കയറി GCAA എന്ന് പറഞ്ഞൊരു നമ്മുടെ മൊത്തം എയർക്രാഫ്റ്റ് കൺട്രോൾ ചെയ്യുന്ന അതിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അക്സെപ്റ്റഡ് ദുബായ്, എല്ലാ എമിറേറ്റ്സിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ DJI അതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതിൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഏതൊക്കെ സോണിലാണ് നമുക്ക് പറത്തിക്കാൻ പറ്റുക. റെഡ് സോൺ ഉണ്ട്, മറ്റേ മജന്ത സോൺസ് ഉണ്ട്, പിന്നെ അതേമാതിരി പറത്തിക്കാനായിട്ടുള്ള സോൺസ് ഉണ്ട്. അങ്ങനത്തെ ഒരു സോണിൽ വന്നിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം DJIയുടെ ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാ ആക്ടിവേഷനും കാര്യങ്ങളും കണക്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സ്ട്രൈറ്റ് ആയിട്ടുള്ള എവിടെയെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഇതിൽ ആക്റ്റീവ് എന്ന ഒരു മോഡുണ്ട്. ഫ്ലൈ എന്നുള്ളത് അമർത്തിയാൽ ടേക്ക് ഓഫ് എന്ന് കാണിക്കും. അപ്പോൾ ടേക്ക് ഓഫിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മോട്ടർ ഓൺ ആവും. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ഓൺ ആവും. അപ്പോൾ കൺട്രോൾ ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്യുന്നത്.
ഇതിൽ മുകളിലേക്ക് പോവാം. അത്ര അധികം നിൽക്കണം. ജസ്റ്റ് വീഡിയോ മോഡ് ഓൺ ആക്കിയിട്ട് 4K ഞാൻ ഷൂട്ട് ചെയ്യാൻ പോവാണ്. 4K 30 ഫ്രെയിംസിലാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ കാണാം, മുകളിലേക്ക് പോകാൻ ഈ ബട്ടൺ, താഴേക്ക് അമർത്താനും ഇത് തന്നെയാണ്. പിന്നെ ഇത് റൊട്ടേഷനാണ്, അതായത് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയൊക്കെ പോവാം. പിന്നെ ടേണിങ്സ്. എന്തായാലും ഇത് പറത്തിയിട്ട് ഇതിൻ്റെ വിഷ്വൽസ് ഒക്കെ കാണിക്കാം. എന്തായാലും നമുക്ക് പോയേക്കാം. റെക്കോർഡിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. സൈഡാണ് പോകുന്നത്, സ്പോർട്സ് മോഡാണ്. അപ്പോൾ നമുക്ക് നോർമലൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നോർമൽ മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി റൊട്ടേറ്റ് ചെയ്യിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ എവിടെയോ സാധനം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനെന്താക്കി, എനിക്ക് കൈ കിട്ടാത്തതിനെ കൊണ്ട് ഞാൻ റിട്ടേൺ ടു ഹോം അടിച്ചതിനെ കൊണ്ട് ഏറ്റവും ഹൈ ആറ്റിറ്റ്യൂഡിലേക്ക് പോകുന്നു. എന്നിട്ടത് നമ്മൾ എവിടെയാണോ പറത്തിച്ചാൽ അങ്ങോട്ട് വരുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടാൽ മനസ്സിലാക്കാം, ഇതിങ്ങനെ വരുന്നുണ്ട്. സംഗതി എവിടെ നിന്ന് ഇപ്പോൾ കാണുന്നില്ല. ഒന്ന് മുകളിൽ കാണിച്ചിട്ടാൽ സംഗതി എവിടെ നിന്ന് കാണുന്നില്ല. ഇവിടെ ഉണ്ട്, അതാ വരുന്നേ. ഹൈറ്റ് പൊന്തി. അപ്പോൾ നമ്മൾ മിൻഡോൻ്റെ ഫസ്റ്റ് ഫ്ലൈയിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ജസ്റ്റ് ഒരു റിവ്യൂ. ഞാനൊരു സാധനം വാങ്ങിയത് നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്തായാലും നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ നമ്മളെ ഈ മിൻഡോനായിട്ടുള്ള അടിപൊളി വീഡിയോസൊക്കെ വരും. എന്തായാലും വെയിറ്റ് ചെയ്യുക. സൈനിങ് ഓഫ് ബൈ റിഷാദ്.